വി ഇ അബ്ദുൽ ഗഫൂർ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. പതിനാറാം നിയമസഭയിലെ ആദ്യാംഗമായി വി അബ്ദുൽ ഗഫൂർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു, ചുമതലയേറ്റു. മുസ്ലിമിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയാണ് വി അബ്ദുൽ ഗഫൂർ. യൂത്ത് ലീഗിന്റെ മുൻ ജില്ലാ പ്രസിഡന്റാണ് വി അബ്ദുൽ ഗഫൂർ. അടുത്തത് പാറക്കൽ അബ്ദുള്ള. അറുപത്തിയേഴുകാരനായ പാറക്കൽ അബ്ദുള്ളയാണ് അടുത്ത സത്യപ്രതിജ്ഞയ്ക്ക് എത്തുന്നത്. അക്ഷരമാല ക്രമത്തിൽ രണ്ടാമതാണ്. കുറ്റ്യാടി മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് എത്തിയ MLA ആണ്. ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ. ലീഗ് സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് പാറക്കൽ അബ്ദുള്ള. കുറ്റ്യാടിയിൽ നിന്ന് വിജയിച്ച പാറക്കൽ അബ്ദുള്ള 16ാം കേരള നിയമസഭയിലെ രണ്ടാമത്തെ ആളായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അക്ഷരമാല ക്രമത്തിൽ അതാ ഇനിയിപ്പോൾ അടുത്ത വിളിക്കാൻ പോകുന്ന ആരെയാണ്? മൂന്നാമതായി വിളിക്കാൻ പോകുന്നത് ശ്രീ KM അഭിജിത്തിനെയാണ്. അതും ഒരട്ടിമറി വിജയത്തിലൂടെ MLA ആയ ശ്രീ KM അഭിജിത്ത്. അത് കഴിഞ്ഞാൽ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ അടക്കമുള്ളവർ വിളിക്കുന്നു. ഇപ്പോൾ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയ പാറക്കൽ അബ്ദുള്ള അവിടെ ഒപ്പിട്ട് ചുമതല ഏറ്റ് കസേരയിലേക്ക് ബാക്ക് ടു കസേര എന്ന് പറഞ്ഞാൽ MLA ആയി നിയുക്ത MLA കസേരയിലേക്ക് മടങ്ങുകയാണ്. KM അഭിജിത്ത് നാദാപുരത്ത് നിന്ന് അട്ടിമറിയിലൂടെ വിജയിച്ചു വന്ന KM അഭിജിത്ത് അടുത്ത നാലാമതായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. KM അഭിജിത്ത് ഉറപ്പായും അതവിടെ അട്ടിമറി വിജയമാണ് എന്ന് ഉറപ്പായും പറയാം. നാദാപുരം ഇടത് കോട്ടയാണ്. ആ കോട്ടയിൽ നിന്നാണ് അഭിജിത്ത് വിജയിച്ച് ദൈക്കുറി നിയമസഭയിൽ. അഭിജിത്ത് എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. KSUവിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റാണ്. അക്കാലത്തെ പ്രക്ഷോഭ നിരകളിൽ മുൻനിര പോരാളിയായിരുന്നു. ഒരുപാട് പോലീസിന്റെ തല്ലുകൊണ്ടിട്ടുള്ള ആളാണ്, തലമുട്ടിയിട്ടുള്ള ആളാണ്. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറിയാണ് KM അഭിജിത്ത്. നാദാപുരത്ത് നിന്ന് അട്ടിമറി വിജയത്തിലൂടെ ഇടതുകോട്ട പിടിച്ചുകൊണ്ട് അട്ടിമറി വിജയത്തിലൂടെ KM അഭിജിത്ത് സഭയിലേക്ക് എത്തുകയാണ്. അവിടെയും സത്യപ്രതിജ്ഞ പൂർത്തിയാക്കി ഒപ്പിട്ട് ചുമതലയേൽക്കുകയാണ്. ഒരു സമയത്ത് KSU ഏറ്റവും ശക്തമായിരുന്ന സമയത്ത് KSUവിന്റെ സമരമുഖങ്ങളിൽ ഏറ്റവും മുൻനിര പോരാളിയായി ഉണ്ടാവുന്ന ആളായിരുന്നു. ഒരുപാട് മർദ്ദനങ്ങൾ, ഏറ്റവും കൂടുതൽ മർദ്ദനമേറ്റ KSU നേതാക്കൾ ഒരാൾ പക്ഷേ KM അഭിജിത്തായിരിക്കാം. അടുത്തായി വരുന്നു പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, ലീഗിന്റെ നേതാവ്. കോട്ടക്കൽ നിന്ന് ജയിച്ചു വന്ന പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളാണ് അടുത്തത്. നാലാമതായി 16ാം കേരള നിയമസഭയിൽ ചുമതലയേൽക്കാൻ വരുന്ന അടുത്ത MLA. നാലാമതാണ്. അടുത്തത് ഇനി അബിൻ വർക്കി കൂടിയാണ്. ആറന്മുളയിൽ നിന്ന് ജയിച്ചു വന്ന അബിൻ വർക്കി കൂടിയാണ് അടുത്തത്. ആബിദ് ഹുസൈൻ തങ്ങൾ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സൃഷ്ടാവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. കോട്ടക്കലിൽ ഹാട്രിക് തികച്ചാണ് ആബിദ് ഹുസൈൻ തങ്ങൾ ഇക്കുറി സഭയിലേക്ക് എത്തിയത്. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ കാര്യമായ പരിചയമുണ്ട്. അധ്യാപകൻ, പ്രൊഫസറാണ്. ഒരുപക്ഷെ വിദ്യാഭ്യാസ വകുപ്പ് ആബിദ് ഹുസൈൻ തങ്ങൾക്കാണ് എന്ന ചില സൂചനകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല സംഭവിച്ചത്. ഹയർ സെക്കൻഡറി കരിക്കുലം കമ്മിറ്റി അധ്യക്ഷനും ഒക്കെയായിരുന്നു ശ്രീ ആബിദ് ഹുസൈൻ തങ്ങൾ. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് MLA, കോട്ടക്കൽ MLA അധികാരമേൽക്കുന്ന കാഴ്ച.
അബിൻ വർക്കി കുടിയാട്ട്, യൂത്ത് കോൺഗ്രസിന്റെ മുഖം, ചർച്ചകളിലൊക്കെ വളരെ സുപരിചിതനാണ് പ്രേക്ഷകർക്ക്. ആറന്മുളയിൽ നിന്നാണ് വിജയം. ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ആറന്മുളയിൽ നിന്നും അബിൻ വർക്കി കുടിയാട്ട് വിജയിച്ച സഭയിലേക്ക് എത്തിയത്. അത് ഒരുപക്ഷെ എല്ലാവരും ശ്രദ്ധിച്ച മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമായിരിക്കണം ആറന്മുള മണ്ഡലം. ആറന്മുള മണ്ഡലത്തിൽ നിന്ന് അട്ടിമറി വിജയം നേടിയാണ്. ആറന്മുളയിലെ ആദ്യമേ മത്സരിച്ചാണ് അബിൻ വർക്കി കുടിയാട്ട് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിന് നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഓക്കെ, യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറിയാണ്. ആറന്മുളയിലെ ആദ്യ പോരാട്ടത്തിൽ തന്നെ വിജയം കണ്ട് പലപ്പോഴും കോൺഗ്രസിന് വേണ്ടിയും യൂത്ത് കോൺഗ്രസിന് വേണ്ടിയും ഒക്കെ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുകയും സജീവമായി പ്രവർത്തിക്കുകയും ചെയ്ത അബിൻ വർക്കി ഏറെ ആത്മവിശ്വാസത്തിലായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ. ഇപ്പോൾ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം ചുമതലയേൽക്കുകയാണ്. KPCCയുടെ IT സെല്ലിന്റെ ചുമതല കൂടി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ യുവനിര ഇത്തവണ വരുന്ന കന്നി അംഗക്കാരിൽ ആ ഒരു യുവനിരയിൽ അബിൻ വർക്കിയും ഉണ്ടാകും 16ാം നിയമസഭയിൽ. നിയമസഭയിലെ യൂത്ത് ബ്രിഗേഡിൽ പ്രധാനി സി അജയ് പ്രസാദാണ് അടുത്തത് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി എത്തുന്നത്. CPI പുനലൂരിൽ നിന്നും ജയിച്ചു വരുന്ന 58-കാരൻ സി അജയ് പ്രസാദ്. പുനലൂരിൽ ഏറെ ജനകീയ മുഖമാണ് സി അജയ് പ്രസാദ്. അപ്പോൾ ഈ പറഞ്ഞ വലിയ UDF തരംഗത്തിലും പുനലൂർ നിലനിർത്താൻ ശ്രീ അജയ് പ്രസാദിന് 58-കാരൻ അവിടെ നിലനിർത്തി. ആദ്യ പോരാട്ടത്തിലാണ് സി അജയ് പ്രസാദിന്റെ കന്നി പോരാട്ടമാണ്. എന്തുവായാലും സഭയിലെ പ്രതിപക്ഷ നിരയിലെ യൂത്ത് ബ്രിഗേഡ് രാഷ്ട്രീയത്തിൽ 58 വയസ്സ് എന്ന് പറയുന്നത് യുവത്വം തന്നെയാണ്. പുല്ലൂരിൽ ആദ്യ പോരാട്ടത്തിൽ സി അജയകുമാർ ജയിച്ച സഭയിലേക്ക് എത്തുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അടുത്ത് ഇപ്പോൾ ഇത് 6 പേരെ ആയിട്ടുള്ളൂ. 140 പേർ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. അപ്പോൾ അതാണ് സി അജയ് പ്രസാദ്. പുനലൂരിൽ നിന്നുള്ള ആദ്യ പോരാട്ടത്തിൽ വിജയം കണ്ട് നിയമസഭയിലേക്ക് എത്തുകയാണ്. അഞ്ചൽ ബ്ലോക്കിലെ മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. ഈ പറയുന്നത് പോലെ അവിടെ നിന്നുള്ള ജനകീയ മുഖം ആദ്യ അംഗത്തിൽ തന്നെ ജയിച്ച് ഇപ്പോൾ നിയമസഭയിൽ എത്തിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.